പ്രതീക്ഷിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. ഇന്നലെ സഞ്ജു സാംസന്റെ 31ാം പിറന്നാളായിരുന്നു. ആ ദിവസം ഒരു വാർത്ത, ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, സഞ്ജു എവിടേക്ക് എന്നറിയാമെന്നുള്ളത്. എന്തായാലും സഞ്ജു സാംസൺ ഇപ്പോൾ രാജസ്ഥാൻ വിട്ട ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുകയാണ്. ടീമുമായി കരാറിൽ ഒപ്പിട്ടു എന്നാണ് വിവരം. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയെ രാജസ്ഥാൻ റോയൽസിന് കൈമാറും. അശ്വജിത് സി വിവരങ്ങളുമായി ചേരുന്നു. അശ്വജിത്ത്, കുറെ കാലമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഡൽഹിയും പഞ്ചാബും ഒക്കെ ട്രൈ ചെയ്തിരുന്നു സഞ്ജുവിന് വേണ്ടി, പക്ഷേ ഡിമാൻഡ് കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ പകരം ആരാണ് രാജസ്ഥാനിലേക്ക് എത്തുക? അങ്ങനെ ആ കാര്യത്തിലൊരു സ്ഥിരീകരിക്കാവുന്ന ആദ്യ റിപ്പോർട്ടാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ അറിയുന്നത്. സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് പോകുന്നുവെന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം അല്ലെങ്കിൽ കൃത്യമായൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സഞ്ജുവിന് പകരമായി രാജസ്ഥാനിലേക്ക് പോകുന്നത് ജഡേജ മാത്രമായിരിക്കും, രവീന്ദ്ര ജഡേജ മാത്രമായിരിക്കും. സഞ്ജുവിനെ രാജസ്ഥാൻ ചെന്നൈക്ക് കൊടുക്കുമ്പോൾ ചെന്നൈ തിരിച്ച് രാജസ്ഥാനിലേക്ക് കൈമാറുന്നത് രവീന്ദ്ര ജഡേജ മാത്രമായിരിക്കുമെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ആര്യ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം സഞ്ജുവിന്റെ പിറന്നാളിന് ആശംസ അറിയിച്ചുകൊണ്ട് ചെന്നൈ മാനേജ്മെന്റ് പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് തൊട്ട് അടുത്ത ദിവസമായി ഇന്നാണ് ഔദ്യോഗികമായി തന്നെ അല്ലെങ്കിൽ ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരമായി പുറത്തു വരുന്നത്. സഞ്ജു ഇനി അടുത്ത സീസൺ മുതൽ, വരാനിരിക്കുന്ന ഈ സീസൺ മുതൽ മഞ്ഞക്കുപ്പായത്തിൽ ചെന്നൈക്ക് വേണ്ടി കളിക്കും. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഞ്ജു നായകനായേക്കുമെന്ന തരത്തിലൊക്കെയുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നായകനായിരിക്കില്ല, ധോണി തന്നെ ആയിരിക്കും ടീമിനെ നയിക്കുക, ചെന്നൈയെ നയിക്കുക. ടീമിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി തന്നെ സഞ്ജു കളിക്കും. ഒപ്പം രവീന്ദ്ര ജഡേജ രാജസ്ഥാനിലേക്ക് എത്തുമ്പോൾ രാജസ്ഥാൻ നായകനായേക്കും എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും സഞ്ജു ഇനി ചെന്നൈയിലായിരിക്കും ഈ സീസൺ മുതൽ കളിക്കുക. ഔദ്യോഗികമായി തന്നെ ഒരു വിവരം സ്ഥിരീകരിച്ച് പുറത്തു വരികയാണ്. അശ്വത്, നേരത്തെ സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ മാത്രമല്ല, കൂടെ ഡിയവോൾട്ട് ബ്രെവിസിനെയും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ബ്രെവിസിനെ കൈമാറാൻ പറ്റില്ല എന്ന് ചെന്നൈ നിലപാടെടുക്കുകയായിരുന്നു. ഇപ്പോൾ ആകെ ജഡേജ മാത്രമാണോ രാജസ്ഥാനിലേക്ക് പോകുന്നത്? ഇടയ്ക്ക് ശിവം ദൂബെയുടെ പേരൊക്കെ കേട്ടിരുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിൽ രവീന്ദ്ര ജഡേജ മാത്രമായൊരു കൈമാറ്റം സാധ്യമാവില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായി കേട്ടുവന്നിരുന്നു. പക്ഷേ അന്തിമമായ ധാരണയിലേക്ക് എത്തിയത്, ഇരു ടീമുകളും അന്തിമമായ ധാരണയിലേക്ക് എത്തുമ്പോൾ ഈ രണ്ട് താരങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൈമാറ്റത്തിലേക്ക് മാത്രമായി ഒതുങ്ങുകയാണ്. രവീന്ദ്ര ജഡേജയും രാജസ്ഥാനുമായി കരാറിൽ ഒപ്പിട്ടു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതെ, ശരി. അശ്വജിത് സി ആണ് വിവരങ്ങൾ നൽകിയത്. IPL ഇതുവരെ സഞ്ജു സാംസന്റെ മേൽവിലാസം അത് രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു. ഇനി മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ആയിരിക്കും സഞ്ജു ബാറ്റ് ചെയ്യാൻ ഇറങ്ങുക.